Welcome back to our science class. Wish you a happy and healthy new year. So let us recall what we have studied in the last class about weather. Let me ask you few questions. Question number 1. What is weather? Anybody? Yes, the condition of the air at a particular place and time is called weather. The condition of air at a particular place and time is called weather. Then next question, define rotation. Yes, the movement of earth on its own axis is called rotation. The rotation of the earth causes day and night. Then next question, what is revolution? Yes, the movement of earth around the sun in its own orbit is called a revolution. The revolution of the earth causes changes in seasons. Then the last question, define humidity. Yes, the amount of water vapor present in the air is called humidity. Okay. So in the previous class, we have learned about weather. Weather is the condition of air at a particular place and time. And the sun causes changes in the weather. Today we are going to study about air. So air is present all around us, even in the room where you are sitting. നമുക്കറിയാവുന്ന കാര്യമാണ് എയർ നമ്മുടെ ചുറ്റുപാടുകളിലെല്ലാം ഉണ്ട്. ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന റൂമിൽ പോലും എന്തുണ്ട്? എയർ. വി cannot see, touch or taste air. പക്ഷേ എയർ നമുക്ക് കാണാനോ ടച്ച് ചെയ്യാനോ ടേസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ബട്ട് വി ക്യാൻ ഓൺലി ഫീൽ ദ എയർ വെൻ ഇറ്റ് മൂവ്സ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എയറിന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എപ്പോൾ മാത്രം? അത് മൂവ് ചെയ്യുമ്പോൾ മാത്രം. ഓൾ ലിവിങ് തിങ്സ് നീഡ് എയർ ടു ബ്രീത്ത്. നമുക്കറിയാം, നമ്മളും എല്ലാ ജീവജാലങ്ങൾക്കും എന്ത് വേണം ബ്രീത്ത് ചെയ്യാനായിട്ട്? യെസ്, എയർ. Air is a mixture of many gases and it contains water vapor, dust, smoke and germs. അതുപോലെ തന്നെ എയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണ്. അതായത് അതിനകത്ത് പല ഗ്യാസസ് ഉണ്ട്. ഒരു ഗ്യാസ് മാത്രമല്ല, മെനി ഗ്യാസസ് ഉണ്ട്. അതുപോലെ എന്തൊക്കെയുണ്ട്? വാട്ടർ വേപ്പർ ഉണ്ട്, ഡസ്റ്റ് ഉണ്ട്, സ്മോക്ക് ആൻഡ് ജേംസ്. ദീസ് ജേംസ് ആർ ഡേഞ്ചറസ്. നമുക്കറിയാം, ഈ ജേംസ് വളരെ ഡേഞ്ചറസ് ആണ്. ഇപ്പോൾ ഇതുപോലെയുള്ള ഒരു ജേംസ് കാരണമാണ് നമുക്ക് സ്കൂളിൽ പോലും പോകാൻ പറ്റാതെ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. ഏതാണ് ആ ജേം? യെസ്, കൊറോണ വൈറസ്. ദെൻ ദ ബ്ലാങ്കറ്റ് ഓഫ് എയർ സറൗണ്ടിങ് ദ എർത്ത് ഈസ് കോൾഡ് atmosphere. So what is atmosphere? ATMOSPHERE. Atmosphere. Atmosphere means the blanket of air surrounding the earth. എർത്തിന് ചുറ്റും എയർ ഒരു ബ്ലാങ്കറ്റ് പോലെ എയറിന്റെ ഒരു കവറിംഗ് ഉണ്ട്. അതാണ് അറ്റ്മോസ്ഫിയർ. ദ ബ്ലാങ്കറ്റ് ഓഫ് എയർ സറൗണ്ടിങ് ദ എർത്ത് ഈസ് കോൾഡ് atmosphere. Then can you say what is wind? Yes, moving air is called wind. What is wind? Moving air is called wind. So, do you know the sun causes wind to blow? Okay? So moving air, ചലിക്കുന്ന എയർ ആണ് എന്തെന്ന് പറയുന്നത്? കാറ്റ് അല്ലെങ്കിൽ വിൻഡ്. അപ്പോൾ ഈ വിൻഡിന് കാരണമാകുന്നത് എന്താണ്? സണ്ണാണ്. So now let us learn more about
wind. The gentle and pleasant wind is called breeze. B-R-E-E-Z-D. breeze. നമ്മൾ മന്ദമാരുതൻ എന്നൊക്കെ പറയും. എന്താണ്? ദ ജെന്റിൽ ആൻഡ് പ്ലസന്റ് വിൻഡ്. വളരെ പതുക്കെ അടിക്കുന്ന നല്ല പ്ലസന്റ് ആയിട്ടുള്ള വിൻഡാണ് എന്ത്? ബ്രീസ്. അപ്പോൾ നമുക്ക് നല്ല ചൂടൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഒരു ബ്രീസ്, നമുക്ക് ഒരു മന്ദമാരുതൻ നമ്മളെ തഴുകി എത്തുമ്പോൾ നമുക്കത് വളരെ സന്തോഷമാണ്. ബട്ട് എ സ്ട്രോങ് വിൻഡ് ഈസ് കോൾഡ് ഗെയിൽ. G-A-L-E. പക്ഷെങ്കിൽ ഗെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ശക്തിയായ കാറ്റാണ് എന്തെന്ന് പറയുന്നത്? ഗെയിൽ. ദെൻ ഫാസ്റ്റ് ആൻഡ് സ്ട്രോങ് വിൻഡ് ക്യാൻ കോസ് എ സ്റ്റോം. വളരെ ശക്തിയായിട്ടും വളരെ സ്പീഡിലും വീശുന്ന കാറ്റാണ് എന്ത്? സ്റ്റോം. S-T-O-R-M. സ്റ്റോം. നമുക്കറിയാം, ചിലപ്പോൾ ഇങ്ങനെ കൊടും കാറ്റൊക്കെ അടിക്കുമ്പോൾ നമ്മുടെ വീടിനടുത്തൊക്കെ ഉള്ള മരങ്ങളൊക്കെ വേരോടെ പിഴുത് വീണ് നമ്മുടെ വീട്ടിലോട്ടൊക്കെ വീടിൻ്റെ പുറത്തോട്ടൊക്കെ വീഴാനൊക്കെയുള്ള സാധ്യതയുണ്ട്. സോ ദ സ്റ്റോം ഈസ് വെരി ഡേഞ്ചറസ് ആൻഡ് ഈസ് ഹാംഫുൾ ടു അസ്. ദ വിൻഡ് അഫക്ട്സ് ദ വെദർ ഓഫ് എ പ്ലേസ്. അപ്പം ഈ വിൻഡ് എന്തിന് കാരണമാകും? നമ്മുടെ വെദറിനെ അത് പല രീതിയിലും അഫക്റ്റ് ചെയ്യും. So let us learn about land breeze and sea breeze. Land breeze and sea breeze. ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇവിടെ ഞാനൊരു എക്സ്പെരിമെൻ്റ് ആണ് പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ കരയും വെള്ളവും, ലാൻഡും വെള്ളവും, ഇതിൽ ഏതാണ് പെട്ടെന്ന് ചൂട് പിടിക്കുകയും പെട്ടെന്ന് തണുക്കുകയും ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു എക്സ്പെരിമെൻ്റ് പറയാൻ പോവുകയാണ്. എയിം ടു ഷോ ദാറ്റ് ലാൻഡ് ഹീറ്റ്സ് അപ്പ് ആൻഡ് കൂൾസ് ഡൗൺ മോർ ക്വിക്ക്ലി ദാൻ വാട്ടർ. കര വെള്ളത്തെക്കാട്ടിൽ വേഗം ചൂട് പിടിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ തണുക്കുകയും ചെയ്യും. വെള്ളമാണെങ്കിൽ ചൂട് പിടിക്കുന്നത് വളരെ സ്ലോ ആയിട്ടാണ്. ചൂട് പിടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തണുക്കത്തില്ല, വളരെ സ്ലോയിൽ അത് തണുക്കത്തുള്ളൂ. അപ്പം ഇതിന് വേണ്ട വസ്തുക്കൾ, തിങ്സ് നീഡഡ്: 2 ബൗൾസ്, സോയിൽ ആൻഡ് വാട്ടർ. നമുക്കപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ എന്തൊക്കെ ആവശ്യമുണ്ട്? 2 ബൗള്, കുറച്ച് മണ്ണ്, കുറച്ച് വെള്ളം. മെത്തേഡ്: ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പുട്ട് സം സോയിൽ ഇൻ ദ ബൗൾ ആൻഡ് വാട്ടർ ഇൻ ദ അതർ. അപ്പം 2 ബൗൾ എടുക്കുക, അതിൽ ഒരു ബൗളിൽ കുറച്ച് മണ്ണ് എടുക്കുക, മറ്റേ ബൗളിൽ എന്തെടുക്കുക? കുറച്ച് വെള്ളം. ദെൻ കീപ് ബോത്ത് ബൗൾസ് ഔട്ട് ഇൻ ദ സൺ ഫോർ 2 to 3 hours. എന്നിട്ട് ഈ 2 ബൗളും, അതായത് ഈ മണ്ണെടുത്തിരിക്കുന്ന ബൗളും വെള്ളം നിറച്ചിരിക്കുന്ന ബൗളും എന്ത് ചെയ്യുക? നമ്മുടെ വീടിൻ്റെ പുറത്ത് മുറ്റത്ത് കൊണ്ടുവെക്കുക. നല്ല സൺലൈറ്റ് ഉള്ള ദിവസമായിരിക്കണം, നല്ല സൂര്യപ്രകാശം കിട്ടുന്നത്. സൂര്യപ്രകാശം കിട്ടത്തക്ക രീതിയിൽ ഒരു 2-3 മണിക്കൂർ നമ്മളിത് മുറ്റത്ത് വെക്കുക. ആഫ്റ്റർ 3 hours ടച്ച് ഈച്ച് ബൗൾ വിച്ച് ഈസ് വാമർ, സോയിൽ ഓർ വാട്ടർ. അപ്പോൾ 2-3 മണിക്കൂറിന് ശേഷം നമ്മൾ ഈ ബൗൾ 2 എടുത്ത് അകത്ത് കൊണ്ടുവരിക. എന്നിട്ട് തൊട്ട് നോക്കുക, ടച്ച് ചെയ്ത് നോക്കുക, ഏതിനായിരിക്കും ചൂട് കൂടുതൽ? എന്തിനായിരിക്കും? മണ്ണ് നിറച്ചിരിക്കുന്ന ആ ബൗളിനായിരിക്കും എന്ത് കൂടുതൽ? ചൂട് കൂടുതൽ. വെള്ളം നിറച്ചിരിക്കുന്ന ആ ബൗള് അത്രയും ചൂടായി കാണത്തില്ല. ഓക്കെ, അപ്പം ഇതിന് ശേഷം ഈ 2 ബൗളും നമ്മൾ വീടിനകത്ത്, ഒരു റൂമിനകത്ത് വെക്കുക. അപ്പോൾ റൂമിനകത്താകുമ്പോൾ എന്ത് കിട്ടത്തില്ല? സൺലൈറ്റ് കിട്ടത്തില്ല. അപ്പോൾ സൺലൈറ്റ് കിട്ടാതാവുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ബൗൾ 2 തണുക്കാനായിട്ട് തുടങ്ങും. Again touch each bowl after some time which is cooler. അപ്പം കുറച്ച് സമയം എന്ത് ചെയ്യുക? ഈ ബൗള് 2 മുറിക്കകത്ത് വെക്കും. അപ്പോൾ ഇത് തണുക്കും. അപ്പോൾ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇത് 2 ബൗളും ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക.
അപ്പൊ ഏതായിരിക്കും കൂളറായത്? മണ്ണ് നിറച്ചിരിക്കുന്ന ബൗളായിരിക്കുമോ വെള്ളം നിറച്ചിരിക്കുന്ന ബൗളായിരിക്കുമോ പെട്ടെന്ന് തണുത്തത്? യെസ്, മണ്ണ് നിറച്ചിരിക്കുന്ന ബൗളായിരിക്കും പെട്ടെന്ന് തണുത്തത്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ചെയ്തു നോക്കാനായിട്ട് പറ്റും. സോ ദ ബൗൾ കണ്ടെയ്നിങ് സോയിൽ ഫീൽസ് വാമർ ദാൻ വാട്ടർ വെൻ കെപ്റ്റ് ഇൻ ദ സൺ. അപ്പോൾ നമ്മൾ ഈ രണ്ട് ബൗളും, ഒരു ബൗളിൽ മണലും മറ്റേ ബൗളിൽ എന്താണ് വെള്ളവും നിറച്ച് മുറ്റത്ത് വെച്ചിട്ട് 2-3 മണിക്കൂർ സൂര്യപ്രകാശം കിട്ടത്തക്ക രീതിയിൽ വെച്ചിട്ട് നമ്മൾ ടച്ച് ചെയ്ത് നോക്കിയപ്പോൾ മണ്ണ് നിറച്ചിരിക്കുന്ന ആ ബൗളായിരുന്നു ചൂട് കൂടുതൽ. അതിനുശേഷം നമ്മൾ പിന്നെ എന്താണ് ചെയ്തത്? എന്നിട്ട് എന്താണ് നമ്മൾ ഈ 2 ബൗളും എടുത്ത് മുറിക്കകത്ത് വെച്ചു. കുറേ സമയം കഴിഞ്ഞിട്ട് ടച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഏതാണ് പെട്ടെന്ന് തണുത്തത്? വെള്ളം നിറച്ച ബൗളാണോ? നോ. ഏതാണ്? മണ്ണ് നിറച്ച ബൗളാണ്. സോ വെൻ കെപ്റ്റ് ഇൻ ദ റൂം, മുറിക്കകത്ത് വെച്ചപ്പോൾ പെട്ടെന്ന് തണുത്തത് ഏതാണ്? മണ്ണ് നിറച്ച ബൗളാണ്. ദിസ് ഷോസ് ദാറ്റ് സോയിൽ ഗെറ്റ്സ് ഹീറ്റഡ് ആൻഡ് കൂൾ ഡൗൺ ഫാസ്റ്റർ ദാൻ വാട്ടർ. അപ്പൊ ഈ എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? യെസ്, മണ്ണ് അല്ലെങ്കിൽ ലാൻഡ് വെള്ളത്തേക്കാൾ പെട്ടെന്ന് ചൂട് പിടിക്കുകയും ചെയ്യും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. അതേസമയം വെള്ളം വളരെ സ്ലോ ആയിട്ടാണ് ചൂട് പിടിക്കുന്നതും ചൂട് പിടിച്ചു കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടാണ് അത് തണുക്കുന്നത്. സോ ലാൻഡ് ഹീറ്റ്സ് ആൻഡ് കൂൾസ് മോർ ക്വിക്ക്ലി ദാൻ വാട്ടർ. അപ്പൊ ഇത് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ എക്സ്പെരിമെന്റ് പറഞ്ഞത്? നമ്മൾ ലാൻഡ് ബ്രീസിനെ പറ്റി, സീ ബ്രീസിനെ പറ്റി പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് പറഞ്ഞത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഈ എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കി? കര വെള്ളത്തേക്കാൾ പെട്ടെന്ന് ചൂട് പിടിക്കുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. പക്ഷെങ്കിൽ വെള്ളം വളരെ സ്ലോ ആയിട്ടാണ് ചൂട് പിടിക്കുന്നതും വളരെ സ്ലോ ആയിട്ടാണ് തണുക്കുന്നതും. നിങ്ങൾ എപ്പോഴെങ്കിലും സീ ബീച്ചിൽ പോയിട്ടുണ്ടോ? കടൽ തീരത്ത്. സീ ബീച്ച് ഈസ് എ വെരി എക്സൈറ്റിംഗ് പ്ലേസ് അല്ലേ? നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ പോകാറുണ്ട്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് എന്ത്? സീ ബീച്ച്. There are waves coming from the sea. Then there is a breeze which comes from the sea sometimes and sometimes from the land. വളരെ മനോഹരമായ സ്ഥലമാണ് സീ ബീച്ച്. അതായത് നമ്മൾ കടലിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ തിരമാലകളൊക്കെ അടിച്ചു വരുന്നത് കാണാം. അതുപോലെ തന്നെ കരയിൽ നിന്നും കാറ്റ് കടലിലേക്കും കടലിൽ നിന്നും കാറ്റ് കരയിലേക്കും അടിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. It gives a good feeling all the time. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ ബ്രീസ്, അതായത് ഈ കടലിൽ നിന്നും കടലിലേക്കും കടലിൽ നിന്നും കരയിലേക്കും കാറ്റ് ഉണ്ടാകുന്നത്? The difference in the heating up and cooling down of land and water gives rise to land. Gives rise to land breeze and sea breeze. So, the difference in the heating up and cooling down of land and water gives rise to land breeze and sea breeze. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ ആ എക്സ്പെരിമെന്റിൽ നിന്നും നമുക്ക് മനസ്സിലായായിരുന്നു, അതായത് കര ചൂട് പിടിക്കുന്നതും തണുക്കുന്നതും കടലെന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? വെള്ളമാണ്. അപ്പോൾ ആ വെള്ളത്തിന് ചൂട് പിടിക്കുന്നതും തണുക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പം ഈ ഡിഫറൻസ് കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? യെസ്, സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്. ഓക്കെ, ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ് എസ്പെഷ്യലി ഒക്കർ ഇൻ കോസ്റ്റൽ ഏരിയാസ്. സാധാരണയായിട്ട് ലാൻഡ് ബ്രീസും സീ ബ്രീസും എവിടെയാണ് ഉണ്ടാകുന്നത്? കോസ്റ്റ്, തീരപ്രദേശങ്ങളിലാണ് ഉണ്ടാകുന്നത്. വാട്ടർ വളരെ സ്ലോ ആയിട്ടാണ് ചൂട് പിടിക്കുന്നതും അതുപോലെ തന്നെ തണുക്കുന്നതും വളരെ സ്ലോ ആയിട്ടാണ്. അതേസമയം ലാൻഡ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചൂട് പിടിക്കുകയും ചെയ്യും, വളരെ പെട്ടെന്ന് തന്നെ തണുക്കുകയും ചെയ്യും. സോ ഡ്യൂറിങ് ദ ഡേ ടൈം ദ ലാൻഡ് ഹീറ്റ്സ് അപ്പ് വിച്ച് ഇൻ ടേൺ ഹീറ്റ്സ് ദ എയർ എബവ് ഇറ്റ്. അപ്പം നമുക്കറിയാം പകൽ സമയത്ത് എന്ത് കിട്ടും? സൺലൈറ്റ് കിട്ടും. അപ്പം ആ സൺലൈറ്റിന്റെ ചൂട് കൊണ്ട് തന്നെ കര ചൂട് പിടിക്കും. അപ്പൊ കര ചൂട് പിടിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരിക്കും നമ്മുടെ ചുറ്റും എന്തുണ്ട്?
എയർ ഉണ്ട്. അപ്പോൾ ആ കരയിൽ നിന്നും ആ മണ്ണ് ചൂടായിട്ട് അതിൻ്റെ ചൂട് കൊണ്ട് എന്ത് സംഭവിക്കും? എയറും ചൂടാവും. എയർ ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വെയിറ്റ് കുറയും, അത് ലൈറ്റർ ആവും. അപ്പോൾ ലൈറ്റർ ആയി കഴിയുമ്പോൾ അതെന്ത് സംഭവിക്കും? ആ എയർ മുകളിലേക്ക് പോകും. അപ്പോൾ എന്ത് സംഭവിക്കും? ദ ഹോട്ട് എയർ ഫ്രം ദ ലാൻഡ് റൈസസ് അപ്പ് ആൻഡ് ദ കൂൾ എയർ ഫ്രം ദ സീ റഷസ് ടു ടേക്ക് ഇറ്റ്സ് പ്ലേസ്. അപ്പോൾ പകൽ സമയത്ത് കര പെട്ടെന്ന് ചൂട് പിടിക്കും സൺലൈറ്റിൻ്റെ ചൂട് കൊണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ലാൻഡ് ചൂട് പിടിക്കുന്നതിൻ്റെ ഫലമായിട്ട് എയറിനും ചൂട് പിടിക്കും. എയർ ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ വെയിറ്റ് കുറയും, അപ്പോൾ അത് മുകളിലേക്ക് വരും. അപ്പം നമ്മളിത് കടൽ തീരത്തെ കാര്യമല്ലേ പറയുന്നത്. അപ്പം അവിടെ എന്തുണ്ട്? വെള്ളമുണ്ട്. കടലെന്ന് പറയുമ്പോൾ എന്തുവാണ്? വാട്ടറാണ്. അപ്പം ഈ ലാൻഡിലെ എയറിന് ചൂട് പിടിച്ചു, അതേസമയം വെള്ളം പെട്ടെന്ന് ചൂട് പിടിക്കുമോ? ഇല്ല. അപ്പം അവിടുത്തെ ആ സീയിൽ ഉള്ള എയറിനും എന്തായിരിക്കും? ചൂട് കൂടുതലായിരിക്കുമോ? അല്ല, തണുപ്പായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടുത്തെ ഈ ലാൻഡിലെ എയർ മുകളിലേക്ക് പോകുമ്പോഴേക്കും എന്ത് സംഭവിക്കും? സീയിലെ എയർ എന്ത് ചെയ്യും? ഈ കരയിലേക്ക് ഇങ്ങ് പോരും. തണുത്ത എയർ കരയിലേക്ക് ഇങ്ങ് പോരും. സോ ദ വിൻഡ് ബ്ലോസ് ഫ്രം ദ സീ ടു ദ ലാൻഡ്. ദിസ് ഈസ് കോൾഡ് സീ ബ്രീസ്. സോ വാട്ട് ഈസ് സീ ബ്രീസ്? What is sea breeze? Yes, the wind blowing from the wind blowing from the sea to the land. Sea to the land during day is called a sea breeze. So the wind blowing from the sea to the land during the day is called a sea breeze. പകൽ സമയത്ത് കടലിൽ നിന്നും കാറ്റ് എവിടേക്ക് അടിക്കുന്നു? കരയിലേക്ക് അടിക്കുന്നു. അതാണ് എന്ത്? സീ ബ്രീസ്. Then, so at night the land cools down faster than the sea water. So the air above the sea water is warmer than the air above the land. So the warm air rises up and the cool air from the land rush towards the sea. So the wind blows from the land to the sea. This is called a land breeze. Land breeze. ഇവിടെ രാത്രി ആകുമ്പോഴത്തേക്ക് കര എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് തന്നെ തണുക്കും. കടലിനെക്കാട്ടിലും, കടൽ വെള്ളമാണല്ലോ, അതുകൊണ്ട് വെള്ളം പതുക്കെ തണുക്കത്തുള്ളൂ. അതേസമയം കര പെട്ടെന്ന് തണുക്കും. അപ്പോഴത്തേക്ക് ഈ കടലിലെ വെള്ളത്തിന് ചൂടുണ്ടായിരിക്കും. അപ്പോൾ അവിടുത്തെ എയറിനും ചൂടായിരിക്കും. അപ്പോൾ എവിടുത്തെ എയറിന് സംഭവിക്കും? ചൂടുള്ള എയർ എന്താണ്? വെയിറ്റ് കുറവ്, ലൈറ്ററാണ്. അതുകൊണ്ട് തന്നെ അത് മുകളിലേക്ക് പോകും. അപ്പോൾ കരയിലെ എയർ എന്ന് പറഞ്ഞ് തണുപ്പാണ്, ചൂട് കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യും? അത് കരയിൽ നിന്നും എന്ത് ചെയ്യും? കടലിലേക്ക് വീശും. അപ്പം അതാണ് എന്തെന്ന് പറയുന്നത്? യെസ്, ലാൻഡ് ബ്രീസ്. സോ the wind blowing from the land to the sea at night is called a land breeze. So the wind blowing from the land to the sea at night is called a land breeze. So sea breeze blows during the day and land breeze
blows at night. അപ്പം സീ ബ്രീസ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? യെസ്, പകൽ സമയത്ത്. അതേസമയം ലാൻഡ് ബ്രീസ് രാത്രി സമയത്തുമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, so let us conclude. Today we have learned about land breeze and sea breeze. Sea breeze, the wind blowing from the sea to the land. Wind blowing from the sea to the land during day is called a sea breeze. Then land breeze, the wind blowing from the land to the sea at night is called a land breeze. So read the chapter 3 times and learn the difference between sea breeze and land breeze. We can learn about water in the next class. Okay, thank you. It's a sunny day at the beach. As the sun rises, the land warms up faster than the water does. This causes the air above the land to also warm up. Warm air, being less dense, expands and rises, leaving an area of low pressure. Meanwhile, the air over the ocean is cooler. Cooler, denser air sinks over the water, creating an area of high pressure. The differences in pressure and air temperature create a convection current. Warm air over the land is replaced by cool ocean air. This air is warmed by the land and rises, and the cycle continues. Winds that blow from the sea to the land are called sea breezes. At night, the convection current reverses. After the sun has set, the land cools more quickly than the water. Therefore, the air above the land also cools down. Cool air, being more dense, presses down over the land, creating an area of high pressure. Meanwhile, because water cools down slowly, the air over the ocean is still warm. Warm air, being less dense, expands and rises, leaving an area of low pressure over the water. At night, cool air over land moves towards lower pressure over the ocean. This air is warmed by the water and rises, and the cycle continues. Winds that blow from the land to the sea are called land breezes.